ഫുൾ ഡിസ്റ്റൻസ് ട്രയാത്ലൺ കേരളത്തിൽ ഏകദേശം എത്ര പേര് ചെയ്തിട്ടുണ്ടാവും? അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ. കേരളത്തിൽ പൊതുവെ എല്ലാ ജില്ലകളിൽ നിന്നുമായിട്ട് ഒരു 20 മേലെ ആൾക്കാർ കേരളത്തിൽ ചെയ്തിട്ടുണ്ടാവും. തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലുണ്ട് 4-5 പേര്. എറണാകുളം ജില്ലയാണ് ഏറ്റവും കൂടുതൽ, 8-9 പേര് എറണാകുളം ജില്ലയിൽ നിന്നുണ്ട്. സോൾസ് ഓഫ് കൊച്ചി എന്ന് പറഞ്ഞ റണ്ണിംഗ് ക്ലബിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് അത്ലറ്റ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോബി പോൾ എന്ന് പറഞ്ഞ വ്യക്തി 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇയാൾ ചെയ്ത വ്യക്തി. അതേപോലെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 2-3 പേരുണ്ട്. അതുപോലെ കണ്ണൂർ, കോഴിക്കോട് ജില്ലയിൽ നിന്നും 2-3 പേരുണ്ട്. അങ്ങനെ ഏകദേശം 20 പേരാണ് ഇത് വിജയകരമായിട്ട് കേരളത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള ട്രയാത്ലൻ ഇവന്റ്സ് ഒക്കെ എങ്ങനെയാണ് നടക്കാറുള്ളത്? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? കേരളത്തിൽ 2 ഡിസ്റ്റൻസിലുള്ള മത്സരങ്ങൾ നടക്കാറുണ്ട്. ഒന്ന് സ്പ്രിന്റ് ഡിസ്റ്റൻസും ഒന്ന് ഒളിമ്പിക് ഡിസ്റ്റൻസും. ഇതിൽ സ്പ്രിന്റ് ഡിസ്റ്റൻസിൽ കോഴിക്കോടുള്ള ഒരു ക്ലബ്ബ് നടത്തുന്നുണ്ട്. വർഷങ്ങളായി നടത്തി വരുന്നതാണ്. സ്വിമ്മിംഗ് പൂളിലാണ് അവരുടെ സ്വിമ്മിംഗ് നടക്കുന്നത്. ബാക്കിയെല്ലാം റോട്ടിലാണ് ചെയ്യുന്നത്. അതുപോലെ കഴിഞ്ഞ 3 എഡിഷനായിട്ട് തൃശ്ശൂർ കനോലി കനാലിൽ ഓപ്പൺ വാട്ടർ ട്രയാത്ലോൺ ചെയ്തു വരുന്നുണ്ട് സ്പ്രിന്റ്. ഈ വർഷം മുതൽ ഒളിമ്പിക് ഡിസ്റ്റൻസും ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ 2 ഇവന്റുകളാണ് പൊതുവെ കേരളത്തിലുള്ളത്. അതല്ലാണ്ട് ബെർഗ്മാൻ ഇവന്റ് അനൗൺസ് ചെയ്തിരുന്നു. അത് എന്തോ കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോണ്ടായത്. തുടക്കക്കാർക്ക് ഈ ഫുൾ ഡിസ്റ്റൻസ് ട്രയാത്ലൻ ഇവന്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ട്രയാത്ലറ്റിന് ആദ്യമായിട്ട് വേണ്ടത് എൻഡുറൻസ് ആണ്. അപ്പം സ്വിമ്മിങ്ങിലായാലും സൈക്ലിങ്ങിലായാലും റണ്ണിങ്ങിലായാലും ഒരു എയറോബിക് എൻഡുറൻസ് കീപ്പ് ചെയ്യുക, അതിനുള്ള ശ്രമങ്ങളാണ് ആദ്യം വേണ്ടത്. അതുകൂടാണ്ട് അവരുടെ സ്ട്രെങ്ത് ട്രെയിനിങ് പ്രോപ്പറായിട്ട് ചെയ്യണം. അതായത് ഇത്രയും എൻഡുറൻസ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുറേശ്ശെ പരിക്കുകൾ വരാൻ സാധ്യതയുണ്ട്. ആ പരിക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം. ഇത് രണ്ടും ഉൾപ്പെടുത്തി ട്രെയിനിങ് പ്ലാൻ ആദ്യം ഉണ്ടാക്കുകയും അതിൽ പരിശീലിക്കുകയും അതിനുശേഷം ചെറിയ ചെറിയ ഇവന്റുകളായിട്ടുള്ള സ്പ്രിന്റ്, ഒളിമ്പിക്, ഹാഫ് ഡിസ്റ്റൻസ് ഇതെല്ലാം പങ്കെടുത്ത് ഒരു ബേസിക് അടിസ്ഥാനം ഉണ്ടാക്കിയ ശേഷം ഫുൾ ഡിസ്റ്റൻസിലേക്ക് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് ഒരു എയറോബിക് ഫിറ്റ്നസ് ആണ്. അതുപോലെ ടെക്നിക്കലി സ്വിം ചെയ്യാനും സൈക്കിൾ ചെയ്യാനും ഓടാനുള്ള ടെക്നിക്കൽ നോളജും വേണം. അതായത് ചേട്ടാ, നമ്മുടെ ചുറ്റുള്ള ആളുകളിൽ ഈ പറയുന്ന പോലെ സൈക്ലിംഗ്, റണ്ണിങ്, സ്വിമ്മിങ് അങ്ങനെയുള്ള ഇവന്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ട്. ആ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹത്തോടു കൂടി വരുന്നവർക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനായിട്ടുണ്ടോ? ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്ലിംഗ്, സ്വിമ്മിങ്, അതുപോലെ എയറോബിക് ആക്ടിവിറ്റി ചെയ്യുന്നവർക്ക് ഒരു മിനിമം ലെവലിൽ ചെയ്തു തുടങ്ങുക. ഏറ്റവും ലോ ആയിട്ട് ചെയ്തു തുടങ്ങുക. സ്വന്തം ഹാർട്ട് റേറ്റ് എയറോബിക് സോണിൽ ആയിട്ട് ട്രെയിൻ ചെയ്ത് ശീലിക്കുക. ഇതിൻ്റെ കൂടെ ഇത് എയറോബിക് ആക്ടിവിറ്റിയാണ്. അതായത് കാർഡിയോ വാസ്കുലർ എക്സസൈസ് ആണ്. അതായത് നമ്മുടെ ഹൃദയത്തിന് ശ്വാസകോശമാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുക. അത് കൂടാണ്ട് നമ്മുടെ മസിൽസിനും കൂടുതൽ സ്ട്രെങ്ത് കിട്ടാൻ പാകത്തിന് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം. അതുപോലെ നമ്മുടെ കോർഡിനേഷൻ അല്ലെങ്കിൽ ബാലൻസ് മെച്ചപ്പെടുത്താനായിട്ടുള്ള കോർഡിനേഷൻ വർക്കൗട്ടുകൾ, ബാലൻസിങ് വർക്കൗട്ടുകൾ ചെയ്യണം. അതുകൂടാണ്ട് ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് യോഗ പോലെയുള്ള അല്ലെങ്കിൽ സ്ട്രെച്ചിങ് പോലെയുള്ള എക്സസൈസുകളും സ്വന്തം ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തണം. ഇതെല്ലാം കൂടിയുള്ളൊരു മിക്സഡ് പ്ലാൻ ആയിരിക്കും എപ്പോഴും നല്ലത്. ഒരു ആക്ടിവിറ്റിയിൽ ഒതുങ്ങാതെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രെയിനിങ് പ്ലാൻ ആയിരിക്കും ഒരു ഫിറ്റ്നസ് മേഖലയിൽ അല്ലെങ്കിൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാൾക്ക് ഒരു ഹെൽത്തി ഏജിങ് എത്താൻ വേണ്ടിയുള്ള ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു ട്രെയിനിങ്.